ഏത് വളവിപ്പോ ഇരുന്ന് ഇത് വളവൊന്നുമില്ലായിരുന്നു, നേരെ ഒരു വഴിയിലും കയറിയും പോയി. വളയ്ക്കാൻ സമയം കിട്ടിയില്ല. ഇത്രാമത്തെ വീഴ്ചയടാ നീ വീഴുന്ന. എന്നാൽ ഇത്ര ആയുസ് അങ്ങനെ നിനക്ക്? വീഴും, മുറിവ് കെട്ടുവാണെങ്കിൽ വീണ്ടും എണീറ്റ് നടന്നു പോകും, വീഴും. എടാ ഞാൻ മര്യാദക്കാണ്ടാ പോണത്, എന്നിട്ട് വണ്ടി എങ്ങനെ ഇടിക്കുന്നെന്ന് എനിക്ക് അറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു ചിലപ്പോ നിന്റെ ഓടിപ്പ് കണ്ടിട്ട് അസൂയ വന്ന് ചിലവരോട് കൊണ്ട് ഇടിക്കുന്നതാണെങ്കിലോ? അതിന് അസൂയപ്പെടാൻ അവന്മാർക്ക് എന്നെ കാണാൻ കിട്ടിട്ട് വേണ്ടേ? അന്റെ നീ മായാവിയാ? ഞാൻ 100-110 പോണത്, എന്നെ കാണാൻ കിട്ടണ്ടേ അവന്മാർക്ക്? തല ഒരുപാട് ബാക്കിലോട്ട് അടിക്കണ്ട കേട്ടോ, ചിലപ്പോ ഊരിപ്പോവും. കഴിഞ്ഞ ആഴ്ചയിലെ തല എന്തോ ഇടിച്ച് അതും വെച്ചോണ്ട് നടന്നത്. എടാ ആശ്ര, നീ പറഞ്ഞത് കഴിഞ്ഞ മാസം ഓവർ സ്പീഡ് കൊണ്ട് വീണു. പക്ഷെ ഈ മാസം തൊട്ട് ഞാൻ റെഡി ആയിട്ടാടാ പോണേ, നല്ല മാന്യമായിട്ട്, ആരെയും ഇടിക്കാതെ മിണ്ടാതെ നടുക്കൂടെ പോടാ ഞാൻ. എന്നിട്ട് എങ്ങനെയാ എനിക്ക് ഇതൊക്കെ പറ്റുന്നത്? നീ എങ്ങനെ തട്ടാക്കി? നീ റോഡിന് നടുക്കൂടയിൽ ഇപ്പൊ പയ്യെ പോകുന്നു പറയുന്ന. നടുക്കൂടെ പോണ ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാല്, ഇടിച്ച് നമ്മളൊരു സൈഡിലിടും റോഡിന്റെ 10 പേര് എന്നെ ഹോസ്പിറ്റലിൽ ചുമന്നോണ്ട് പോകും. എങ്ങനെയെങ്കിലും കാണുമല്ലോ. സത്യടാ കാര്യം. ഇപ്പൊ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നിന്നെ കാണുമ്പോൾ നഴ്സുമാർക്ക് എണീറ്റിരുന്ന് സല്യൂട്ട് അടിക്കും. കാര്യം നീ എല്ലാവരോടും ബന്ധമായി. നിനക്ക് ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. നിനക്ക് ഓർത്തോയെ കാണണോ, പീഡിയാട്രിഷനെ കാണണോ, വൈറ്റിന്റെ അസുഖം, തലയുടെ അസുഖം, ഈ ബോഡി തന്നെ ഒരു എക്സ്പെരിമെന്റ് അല്ലേടാ. എന്ത് വേണമെങ്കിലും എന്റെ അടുത്ത് ചോദിക്കാം. പ്രഗ്നൻസിയുടെ വണ്ടി നിന്ന് വീഴുന്നതിന്റെ ഗ്യാപ്പിൽ പ്രസവ ഏരിയയിലോട്ട് ഞാൻ പോയില്ല. വേറെ എന്ത് സാധനം വേണമെങ്കിലും ഞാൻ എടുക്കും. അല്ല ഇപ്പൊ ഇങ്ങോട്ട് വന്ന കാര്യം എന്ത്? എന്തോടാ ആഴ്ചയിൽ വീഴുന്നോണ്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ആർക്കും ഒരു വിലയില്ല എന്നോട്. അതുകൊണ്ട് ഞാൻ തന്നെ വന്ന് എല്ലാരും ഒന്ന് കാണാന്ന് വിചാരിച്ചു.